സനോജ്, നിങ്ങൾ രണ്ടു കൂട്ടരും LDF UDF പരസ്പരം മത്സരിക്കുകയാണ്. താങ്കൾ തന്നെ ഉദാഹരിച്ച രാജസ്ഥാൻ, ആ രാജസ്ഥാൻ ഇവിടെ രാഹുൽ മറുപടി പറയുന്നു, നിങ്ങളുടെ അണികൾ പരസ്പരം കൈയടിക്കുന്നു. നോക്കൂ, ഇതേ രാജസ്ഥാനിലെ സിക്കർ മണ്ഡലത്തിൽ CPIM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം അമ്ര റാം മത്സരിക്കുന്നത് കോൺഗ്രസിന്റെ പിന്തുണയോടെയാണ്. അവിടെ അമ്ര റാമിനെ വിജയിപ്പിക്കാൻ വേണ്ടി പ്രസംഗിക്കുന്നത് PCC പ്രസിഡന്റാണ്, കോൺഗ്രസിന്റെ അധ്യക്ഷൻ. CPIM ദേശീയ തലത്തിലെടുക്കുന്ന നിലപാടിന്റെ തെളിമയാണ്. ഇതൊന്നും രഹസ്യമായി മത്സരിക്കുന്നതല്ലോ അഭിലാഷേ. ഇതൊക്കെ വളരെ കൃത്യമായിട്ടും രാജ്യത്ത് ഇന്ന് നരേന്ദ്രമോദിയുടെ ഭരണം അവസാനിപ്പിക്കാൻ ഏതെല്ലാം വഴികൾ തേടാൻ വേണ്ടി കഴിയുമോ ആ വഴിയെല്ലാം CPIM തേടും. ഞങ്ങൾ നേരത്തെയും BJP മാറ്റി നിർത്തിയല്ലോ. നേരത്തെ വാജ്പേയി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് അതിൻ്റെ തുടർച്ചയിൽ എന്തുകൊണ്ട് അവർക്ക് തുടരാൻ കഴിഞ്ഞില്ല? CPM സ്വീകരിച്ച ഏറ്റവും ശരിയായ നിലപാടാണ്. ഒരു മന്ത്രിസ്ഥാനം പോലും വാങ്ങിക്കാതെ പുറത്തു നിന്ന് പിന്തുണച്ചു. അത് ഞങ്ങളുടെ ഏറ്റവും ശരിയായ രാഷ്ട്രീയ നിലപാട്. പിന്നെ രാജസ്ഥാനിലെ കാര്യമൊക്കെ ഇവിടെ പറഞ്ഞു. ഞങ്ങളുടെ MLA-ക്കെതിരായി നടപടിയെടുത്തിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ കരുത്താണ്. ഇവരുടെ MLA, ഇവരുടെ മന്ത്രി, മുഖ്യമന്ത്രി, KPCC അധ്യക്ഷന്മാർ ആര് തന്നെ ഇവരുടെ സംഘടനാവിരുദ്ധമായ നിലപാടിലേക്ക് പോയാൽ, BJP-യിലേക്ക് പോയാൽ ഒരു നടപടി ഇവർക്ക് എടുക്കാൻ കഴിയില്ല. പിന്നെ കോൺഗ്രസ്സിന് എന്തിനു വോട്ട് ചെയ്യണം? നിങ്ങളിപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്താ? ഈ തെരഞ്ഞെടുപ്പിൽ രാജ്യം ചർച്ച ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം ഒന്ന് ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ആ ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട വിഷയത്തിനകത്ത് ഇന്നിപ്പോൾ നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാപനം BEML, പാലക്കാട് ആസ്ഥാനമായിട്ടുള്ള BEML, ഏതാണ്ട് 54,500 കോടി ആസ്തിയുള്ള സ്ഥാപനമാണ്. ആ സ്ഥാപനം സ്വകാര്യ വ്യക്തികൾക്ക് കൊടുക്കുകയാണ്, മേഘാ ഗ്രൂപ്പിന് കൊടുക്കുകയാണ്. ഏതാ മേഘാ ഗ്രൂപ്പ്? മേഘാ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പാർട്ടി 320 കോടി ഇലക്ട്രൽ ബോണ്ടിൽ കൂടി വാങ്ങിയ ഗ്രൂപ്പാണ്. ഏതാണ്ട് 714 കോടി BJP വാങ്ങി. അങ്ങനെ 714 320 കൂടി 1034 കോടി BJPക്കും കോൺഗ്രസിനും കൈക്കൂലി കൊടുത്തിട്ട് 50,400 കോടി ആസ്തിയുള്ള ഒരു പൊതുമേഖലാ സ്ഥാപനം ചുളുവിൽ മേഘാ ഗ്രൂപ്പ് അടിച്ചെടുക്കുന്നു. ഒരക്ഷരം കോൺഗ്രസിൻ്റെ MP ഇന്ത്യയുടെ പാർലമെന്റിൽ ഉന്നയിച്ചോ? ഒരക്ഷരം പറഞ്ഞില്ല. പറയാൻ കഴിയില്ല. എന്തുകൊണ്ടാ? പണം വാങ്ങിപ്പോയി. ഇടതുപക്ഷത്തിൻ്റെ MP 2017 MP രാജേഷ് ഇന്ത്യയുടെ പാർലമെന്റിൽ ഇതുമായി ബന്ധപ്പെട്ട ആദ്യ നീക്കം ഗവൺമെന്റ് നടത്തിയപ്പോൾ അത് പാടില്ല എന്ന് എഴുന്നേറ്റ് പ്രസംഗിച്ച ആളാണ് MP രാജേഷ്. പക്ഷെ ശ്രീകണ്ഠൻ ഒരു അക്ഷരം പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് രാജ്യത്തെ ജനങ്ങൾ ഇത് കാണുന്നുണ്ട്. പൊതുമേഖല വിൽക്കുന്ന കാര്യത്തിൽ, രാജ്യത്തെ ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട വിഷയത്തിനകത്ത്, അഴിമതിയുടെ കാര്യത്തിൽ BJP വിഴുങ്ങുന്നതിൻ്റെ ഉച്ചിഷ്ടം ഭക്ഷിക്കുന്നവരായിട്ട് കോൺഗ്രസ് മാറുകയാണ്. 740 കോടി BJP ഇലക്ട്രൽ ബോണ്ട് വഴി മേഘാ ഗ്രൂപ്പിൽ നിന്നും അടിച്ചെടുത്തപ്പോൾ അതിന്റെ 320 കോടി കോൺഗ്രസ് വാങ്ങിയിട്ട് മിണ്ടാതിരിക്കുകയാ. എന്നിട്ട് ഇവർ വോട്ടഭ്യർത്ഥിക്കുക ഈ നാട്ടിലെ ജനങ്ങളോട് പൊതുമേഖല കൊള്ളയടിക്കാൻ വേണ്ടി. ആര് വോട്ട് ചെയ്യാൻ? ശ്രീ സനോജ് കുറെ നേരമായിട്ട് ഈ ഇലക്ട്രൽ ബോണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ഈ ഇലക്ട്രൽ ബോണ്ടിൽ ശ്രീ അഭിലാഷിന്റെ സ്പ്ലിറ്റപ്പ് ഉണ്ടല്ലോ. ഇലക്ട്രൽ ബോണ്ടിൽ ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്തിട്ടുള്ള ആളുകളിൽ ഒരാളെ മലയാളിക്കറിയാം, പ്രത്യേകിച്ച് തലശ്ശേരിക്കാർക്കറിയാം. ആ ആളുടെ പേര് സാന്റിയാഗോ മാർട്ടിൻ എന്നാണ്. ഇലക്ട്രൽ ബോണ്ടിൽ ഏറ്റവും കൂടുതൽ പണം കൊടുത്തിരിക്കുന്ന ആള്. അപ്പം CPM ഇലക്ട്രൽ ബോണ്ട് വാങ്ങുന്നില്ല. അല്ലാതെ വളരെ രഹസ്യമായിട്ട് EP ജയരാജൻ പോയിട്ട് 2 കോടി ഇങ്ങ് തന്നേരെ എന്ന് പറയുമ്പം ഷെൽഫിൽ നിന്ന് എടുത്തു കൊടുക്കുന്ന അഴിമതി പണത്തിന്റെ ബന്ധം സാന്റിയാഗോ മാർട്ടിനും CPM തമ്മിലുണ്ട്. ചർച്ചക്കിടയിൽ ഒരു അടിസ്ഥാനവും ഇല്ലാതെ ഈ CPM-കാരും BJP-കാരും തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ കള്ളം മാത്രമേ പറയൂ, അല്ലാത്തപ്പോഴും തന്നെ ഉള്ളൂ. അത് വിട്ടേരെ. ഒരു അടിസ്ഥാനവും ഇല്ലാതെ പറയുകയാണ്. നേരത്തെ പൊതുമേഖലാ സ്ഥാപനമായ BEML വിൽക്കാൻ നേരം VK ശ്രീകണ്ഠൻ എതിർത്തില്ല. 2 കാര്യമാണ്. ഒന്നൊരു പൊതുമേഖലാ സ്ഥാപനം വിൽക്കുമ്പോൾ ആ പ്രദേശത്ത് MP-യെ വിളിച്ചിട്ട് ഈ പൊതുമേഖലാ സ്ഥാപനം ഞങ്ങളൊന്ന് വിറ്റോട്ടെ എന്ന് ചോദിക്കുന്ന കീഴ്വഴക്കില്ല. ആകെ MP-ക്ക് ചെയ്യാൻ കഴിയുന്ന എന്താ? പാർലമെന്ററി ഇന്റർഫിയറൻസ്. ഇനി വേറെ വസ്തുത കൂടിയുണ്ട്. ഈ BEML വിൽക്കാൻ തത്വത്തിൽ തീരുമാനമെടുക്കുമ്പോൾ അവിടുത്തെ MP-യുടെ പേര് MP രാജേഷ് എന്നാ. പിന്നെ 2ാം തവണ അദ്ദേഹം ജയിക്കാത്ത ഞാൻ ഉത്തരവാദിയല്ല. അത് പോട്ടെ. ഇനിയും VK ശ്രീകണ്ഠൻ എതിർത്തിരുന്നോ? ഞാൻ പറഞ്ഞുതരാം, ഡേറ്റ് തരാം. താങ്കൾ ലോക്സഭയുടെ സൈറ്റ് ഒന്ന് എടുത്ത് പരിശോധിക്കൂ. 10/3/2021 ലോക്സഭയിലെ മാറ്റേഴ്സ് അണ്ടർ റൂൾ 377 അതിനകത്ത് നടത്തിയ ചർച്ചയ്ക്കകത്ത് അവിടുന്ന് എതിർത്തുകൊണ്ട്, അതായത് അർജ് ദ ഗവൺമെന്റ് നോട്ട് ടു പ്രൈവറ്റൈസ് BEML ആൻഡ് വിഡ്രോ സച്ച് എ മൂവ് ഇമ്മീഡിയറ്റ്ലി ഇൻ പാലക്കാട് എന്ന് പറഞ്ഞ് എതിർത്ത് പ്രസംഗിച്ച ആളുടെ പേര് പാലക്കാട് MP എന്ന. എൻ്റെ അറിവിൽ പാലക്കാട് MP VK ശ്രീകണ്ഠൻ 5/12/2023 2 തവണ ഇന്ത്യൻ പാർലമെന്റിനകത്ത് എതിർത്തതിന്റെ രേഖ ഇരിക്കുമ്പോൾ തന്നെ എന്തിനാണ് ശ്രീ സനോജ് ഇങ്ങനെ ഒരു ചർച്ചയൊന്ന് ഒരു മൊമെന്റിനെ പാസ് ചെയ്യാൻ വേണ്ടി പച്ചയ്ക്ക് കള്ളം പറയുന്നത്? ഇവിടെ ഇപ്പൊ രാഹുൽ പറഞ്ഞത് ഈ BEML വിൽക്കുന്നത് ഞങ്ങളോട് പോയി ചോദിച്ചിട്ടില്ല. ഇപ്പോൾ BJP മറ്റെല്ലാ കാര്യവും ചെയ്യുന്നത് കോൺഗ്രസ് ഓഫീസിൽ രാവിലെ പോയി ചോദിച്ച് ഇവരെ പെർമിഷൻ എടുത്തിട്ടാണോ? എന്ത് കാര്യമാണ് ഈ പറയുന്നത്? CAA
രാജ്യത്ത് പൗരത്വ ഭേദഗതി കൊണ്ടുവന്നു. ഞങ്ങൾ എതിർത്തു, കോൺഗ്രസും എതിർത്തു. പക്ഷേ അത് രാവിലെ ഇവരോട് പോയി ചോദിച്ചിട്ടാണ് അത് കൊണ്ടുവന്നത്. ഞാൻ പറഞ്ഞത് BML വിഷയത്തിൽ പറയട്ടെ BML എന്ന് പറഞ്ഞ സ്ഥാപനം 54,500 കോടി ആസ്തിയുള്ള സ്ഥാപനം വിൽക്കുന്ന ഘട്ടത്തിൽ കോൺഗ്രസ് എതിർപ്പുമായി വന്നില്ല. എന്തുകൊണ്ട് വന്നില്ല? കോൺഗ്രസ് അത് ഏറ്റെടുത്ത മേഘാ ഗ്രൂപ്പിൽ നിന്ന് 340 കോടി വാങ്ങി. അദ്ദേഹം തെളിയിക്കട്ടെ. എതിർത്തതിന്റെ തെളിവ് വരാം. ശ്രീ അഭിലാഷ് വരൂ. ഞാൻ കാണിച്ചു തരാം. രാഹുൽ തന്നെ പറഞ്ഞത് നിങ്ങൾ ഇരിക്കൂ. ഞാൻ ഉന്നയിച്ച കാര്യം പറയട്ടെ ബോണ്ട് വഴി കൈക്കൂലി വാങ്ങിയ അതേ കമ്പനിക്ക് ഈ സ്ഥാപനം വിൽക്കുമ്പോ നോക്കി നിന്നു.